ഇന്നലെ ഈ പറഞ്ഞ എലി വേറെ ഒന്നും കൂടെ പറഞ്ഞു, ഇറാൻ ഒരു കാരണവശാലും വിശ്വസിക്കരുത്, ഇറാനെ നിങ്ങൾ ഒരു കാരണവശാലും വിശ്വസിക്കരുത്, അവന്മാരെ നിങ്ങൾക്ക് പണി തരും, അതുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്താണ്ട് തീർത്തേക്ക് ഇറാനെന്ന് ചുണ്ടലി പറഞ്ഞതാ. നെതന്യാഹു ചുണ്ടലി പറഞ്ഞു വിട്ട കാര്യം എന്നല്ലേ, സ്റ്റീവ് വിറ്റ്കോഫിനോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യമാണത്. അപ്പോഴാണ് ഈ ഡിസ്കഷൻ മൊത്തം, അല്ലെങ്കിൽ ഈ ചർച്ച ചെയ്യണോ വേണ്ടേ, ഈ ചർച്ച വേണോ വേണ്ടേ എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുന്നത്. അമേരിക്കയും ഇറാനുമായിട്ടുള്ള ചർച്ച ക്യാൻസൽ ചെയ്യിച്ച ഞാനൊന്നുമല്ല. ഈ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞപ്പെട്ട ചർച്ച വീണ്ടും ഓൺ ആയിട്ടുണ്ട് എന്നുള്ള ന്യൂസ് വരുന്ന അതും ചെയ്യിച്ച ഞാനൊന്നുമല്ല. ഇനി ഇറാൻ്റെ സൈഡിൽ നിന്ന് ബോംബ് ഇടുന്നതും അല്ലെ അമേരിക്ക ബോംബ് പൊട്ടിക്കുന്നതും അല്ലെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ വിടുന്നതും ഞാൻ പറഞ്ഞിട്ടല്ല എന്ന് ഈ വീഡിയോ കാണുന്ന 99.9% ആൾക്കാർക്ക് പറയാം. എന്നാലും ആ ഒരു 0.1% ആൾക്കാരുണ്ട് എൻ്റെ വീഡിയോൻ്റെ വന്ന് താഴത്ത് വന്ന് കൊണവധികാരം പറയുന്ന കുറേ ചെറ്റകളുണ്ട്. നല്ല ഒന്നാം തരം സംഘി കൃസംഗി മുസംഗി വാണങ്ങളുണ്ട്. ഒന്നും വിചാരിക്കരുത്, ഡിസ്ക്ലൈമർ തുടക്കത്തിൽ കുറച്ച് തെറിയാൻ സ്റ്റാർട്ടിങ് പറയും, പിന്നെ നമ്മൾ വിടും. അതായത് ഇന്നലെ ഒരു ന്യൂസ് നൈറ്റിൽ വന്നു. ഇപ്പോൾ ആക്സിയോൺ റിപ്പോർട്ട് പോലത്തെ ക്രെഡിബിൾ ആയിട്ടുള്ള റിപ്പോർട്ടേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് പ്രകാരം ഇന്നലെ ഈ ചർച്ച നടക്കാൻ ചാൻസ് ഇല്ല എന്നും പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസായിരുന്നു രാത്രി 1 മണിക്കൊക്കെ വന്നിരുന്നത്. നമ്മളപ്പം തന്നെ അതിൻ്റെ അപ്ഡേറ്റ് വീഡിയോയും ചെയ്തു. അതിൽ അമേരിക്കയുടെ തന്നെ സ്റ്റീവ് വിറ്റ്കോഫ് വന്നിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഡീൽ കൊണ്ട് ഒന്നും നടക്കാൻ പോണില്ല, ഇത് വേണോ വേണ്ടതെന്നുള്ള തീരുമാനിക്കാൻ വേണ്ടി വരും. കാരണം അവർ മുന്നോട്ട് വെച്ച 4 കാര്യങ്ങൾ, ആണവോർജ്ജം മാത്രമല്ല, ആണവോർജ്ജം കൂടെ ബാലിസ്റ്റിക് മിസൈലിൻ്റെ നിർമ്മാണം, ആണവോർജ്ജം, റെജീം ചേഞ്ച്, അവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് അതെങ്കിൽ അവിടുത്തെ ഈ പ്രൊട്ടസ്റ്റ് ചെയ്ത ആളുകളെ എന്താ പറയുക തൂക്കിക്കൊല്ലുന്നുള്ളത് മാത്രമല്ല, അവരെ എന്തെങ്കിലും കാരണം കൊണ്ട് അവർ ജയിലിൽ അടയ്ക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ചർച്ചയ്ക്ക് വെക്കണം എന്നാണ് പറഞ്ഞത്. ഇറാൻ ഇതിന് സമ്മതിച്ചിട്ടില്ല, അതുകൊണ്ട് വേണോ വേണ്ടേ എന്നുള്ളൊരു ചിന്തയിലാണ് അവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ വൈറ്റ് ഹൗസ് അഡ്മിനിസ്ട്രേഷൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. നമ്മൾ അതാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ യുദ്ധം നടക്കുകയാണെങ്കിൽ ഞാൻ പലതും മുമ്പ് പറഞ്ഞേനെ, വെറുതെ വെട്ടി ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് കയറുന്നു. അത് ഞാൻ ചെയ്തിട്ടില്ല. ഉള്ള കാര്യങ്ങൾ അപ്പം അപ്ഡേറ്റ് ചെയ്യാന്നുള്ളൂ. അത് ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു 10 വീഡിയോ ഇതിൻ്റെ തന്നെ തിരിച്ചും മറിച്ചിട്ട് കാര്യമില്ല. അതപ്പം പൊട്ടിക്കും, അടുത്ത മുതൽ ഇപ്പോൾ പൊട്ടിക്കില്ല, നാളെ പൊട്ടിക്കും, അതല്ല മറ്റന്നാൾ വേറെ ഒന്ന് പൊട്ടിക്കും, ഇതൊന്നും അല്ല പറയുന്നത്. ആ ഒരു ദിവസത്തെ മൊത്തം ഒരു സബ് അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ ഒരു സമ്മ് വരുന്നത് അത് നൈറ്റിൽ നമ്മൾ സംസാരിക്കും. അപ്പോൾ അതിൽ കാര്യപ്പെട്ട 1-2 കാര്യങ്ങൾ പറയും. ഇതിൻ്റെ താഴത്ത് വന്നിട്ട് നീ ആടോ ചർച്ച ക്യാൻസൽ ചെയ്തത്, ചർച്ച അവിടെ ഉണ്ടല്ലോ, ചർച്ച അവിടെ ഉണ്ട്, പല ന്യൂസിലും ചർച്ച ഉണ്ട്, ചില ന്യൂസുകളിൽ പ്രോപ്പറായിട്ട് ചർച്ച ചെയ്യാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മളത് പറയും, അതിലെന്താണോ പിക്ക് ചെയ്യേണ്ട കാര്യം അതെടുക്കും. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഈ ചർച്ച നടക്കരുതെന്ന് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ചിന്തിച്ചുകൊണ്ട് നിന്നത് അത് നെതന്യാഹു തന്നെയാണ്, അല്ലെ ഇസ്രായേൽ തന്നെയാണ്. അവന്മാരുടെ കാഞ്ഞ ബുദ്ധിയിൽ അവന്മാർ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു ചർച്ച നടക്കാണ്ടിരിക്കാൻ. കാരണം ഈ ചർച്ചയിലോട്ട് ഈ പറഞ്ഞ ബാലിസ്റ്റിക്സ് മിസൈൽസിൻ്റെ നിർമ്മാണം വരെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ ഇതിലോട്ടിട്ടത് അയാൾ തന്നെയാണ്. പേടിയാണ്, പേടി തൂറിയാണ്. അല്ലെങ്കിൽ ഇസ്രായേലിന് ജയ് വിളിച്ച് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന സകല കൃസംഗി വാണം മങ്കികളും കേട്ടോ, അത് നിൻ്റെയൊക്കെ തന്തയുടെ പേടി കൊണ്ട് തന്നെയാണ്, പേടിച്ച് തൂറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവന്മാർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഈ ചർച്ച നടക്കരുത്. അമേരിക്ക 4 ബോംബ് ഈ പറഞ്ഞ ഇറാനിലിട്ട് അവന്മാർ പൊട്ടി തീർന്നു പോകണം ചിന്തയുള്ളത് അവന്മാർക്ക് ഏറ്റവും കൂടുതൽ ഇസ്രായേലികൾക്കുക. പിന്നെ നമ്മുടെ നാട്ടിലെ സംഘി കൃസംഗി മുസംഗി ചെറ്റവാണ് കേൾക്കുക, വേറെ ഒരുത്തനുമല്ല. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞ 99.9% ആളുകളും ആ ന്യൂസ് കാണുന്നവരാണ്, അല്ലെങ്കിൽ അത് ഒക്കെ മനസ്സിലാക്കുന്ന ആളുകൾ. അതല്ലാത്ത ആ 1% ഉണ്ടല്ലോ, നീയാണല്ലോ ചർച്ച നിർത്തിയത്, അല്ലെ നീയാണല്ലോ ചർച്ച ഉണ്ടാക്കുന്നത്, അല്ലെ നീയാൻ പറഞ്ഞിട്ടാണല്ലോ ഡ്രോൺ വിട്ടത്, അതൊന്നും അല്ലാന്ന് ഇവിടെ എല്ലാവർക്കും വരിക. ഞാനും നിങ്ങളൊക്കെ അതിനുള്ളൂ. പക്ഷേ നമ്മൾ കുറേയും കൂടെ ഇത് ഫുൾ ടൈത്തിൻ്റെ ന്യൂസും കാര്യങ്ങളും കണ്ടിരുന്ന് അതിന് വാലിഡ് ആണെന്നുള്ള പോയിന്റുകളാണ് പുറത്തോട്ട് പറയുന്നത്. അപ്പോൾ അവന്മാരോട് ആദ്യം പറയാം, ചെറ്റകളെ നിങ്ങളൊക്കെ വന്നിട്ട് ഇതിൻ്റെ താഴത്ത് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇട്ടോ, എനിക്ക് ഇച്ചിരി റീച്ച് കയറുന്നില്ല, ഒരു കുഴപ്പമില്ല. നീയൊക്കെ എന്ത് തെറി കമൻറ്റ് വേണമെങ്കിലും ഇട്ടോ, നീയൊക്കെ എന്ത് വേണമെങ്കിലും ഇട്ടോ, എനിക്ക് അങ്ങനത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ വേണ്ടത്. മറ്റവർ ഇത് കണ്ട് ലൈക്ക് അടിച്ച് പോലെ എനിക്ക് കുഴപ്പമില്ല. ഇങ്ങനത്തെ നിന്നെപ്പോലത്തെ വേട്ടാവളിയന്മാർ വന്ന് താഴത്ത് ഇതുപോലത്തെ കമൻറ്റുകളും ഇതും ചെയ്യണം. അപ്പം നമുക്ക് മനസ്സിലാക്കും, നമുക്ക് കുറച്ചുകൂടെ റീച്ച് കിട്ടും എനിക്ക്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകണ്ടോ, തുടക്കത്തിൽ തന്നെ ലൈക്ക് ചെയ്തോ. ഇമ്മാതിരിയുള്ള ചെറ്റകളെ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യ്, ഒന്നുകൂടെ ഞാൻ ഉഷാറാക്കട്ടെ. ബാക്കിയുള്ളവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് വേണം, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു, ഈ ചർച്ച നടക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്, അത് ഏകദേശം കൊലാപ്സ് ആയി എന്നും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതല്ല, ഇന്ന് നേരെ തിരിച്ചിട്ട് ചർച്ച ചെയ്യും. രാവിലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പല ന്യൂസുകളും ചർച്ച ചെയ്യില്ല എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നും പറഞ്ഞിട്ടുള്ള പല ന്യൂസുകളും വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ചർച്ചയിലോട്ട് എത്തിയിട്ടുണ്ട്. ചർച്ചയിലോട്ട് എത്താനുള്ള മെയിൻ കാരണം, അതായത് ഇസ്രായേൽ മാക്സിമം ഇല്ലാണ്ടാക്കാൻ നോക്കിയ ചർച്ചയിലോട്ട് എത്താനുള്ള കാരണം ഇപ്പം അറബ് കൺട്രീസാണ്, GCC കൺട്രീസാണ്. കാരണം ഇസ്രായേലിൽ അമേരിക്ക ചെയ്തതിനേക്കാളും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പം സൗദിയിലും ഖത്തറിലും കുവൈറ്റിലും ജോർദാനിലും UAE ഇവിടെ ചെയ്തിട്ടുണ്ട്.
അപ്പം അവിടേക്ക് ഒരു ത്രെട്ട് ഉണ്ട്. ആ ത്രെട്ട് ആ രാജ്യത്തിന് തന്നെ കൊലാപ്സ് ചെയ്യും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് അവരാണ് ഇപ്പോൾ ഇന്ന് മാക്സിമം ഈ പറഞ്ഞ വൈറ്റ് ഹൗസിൽ അല്ലെങ്കിൽ ട്രംപിനെ മാക്സിമം പ്രതിരോധത്തിലാക്കിയിട്ട് ചെയ്തേ പറ്റൂ, ചർച്ച ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഒരു ചർച്ചെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്തത്. അപ്പോൾ ഇറാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചർച്ച ചെയ്യാം, ആണവോളത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യാം, ഒരു കുഴപ്പമില്ല, അത് നമുക്ക് ചർച്ച ചെയ്യാം. ഞങ്ങൾ ഏകദേശം 400 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട്, 60% ആയിട്ടുണ്ട്. അത് ഞങ്ങൾ വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം, നമുക്ക് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ആയുധം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളിത് യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ഞങ്ങളുടെ ഊർജ്ജ സമ്പത്തിന് വേണ്ടിയിട്ട് ഞങ്ങളിത് യൂസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണേൽ ചർച്ച ചെയ്യാം. അതല്ലാണ്ട് ആ കൂട്ടത്തിൽ റെജീം ചേഞ്ചും പ്രൊട്ടസ്റ്റേഴ്സിൻ്റെയും ബാലിസ്റ്റിക് മിസൈൽസിൻ്റെയും കാര്യം പറഞ്ഞ് വരരുത്. ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആലോചിച്ചിട്ടില്ല, ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യും, വ്യക്തമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം ഇന്നലെ റഷ്യയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു, വ്ളാഡിമിർ പുടിൻ എന്ന് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള ആ സമ്പുഷ്ടീകരിച്ച മൊത്തം യുറേനിയം ഞങ്ങളുടെ അവിടെ സൂക്ഷിച്ചോളൂ, അവിടെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഡെവലപ്പ് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പുറത്തോട്ട് അത് കൊണ്ടുപോകാൻ ഞങ്ങൾ ആലോചിക്കുന്നില്ല എന്നുള്ള ഒരു സൗഹൃദ എന്താ പറയുക ഡിസ്കഷൻ അതിൻ്റെ മുമ്പ് അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ വന്നിട്ട് ഇമാതിരി ഊളത്തരം പറയാൻ നിൽക്കുന്നത് നമ്പറുണ്ടാകാൻ പറയുന്നത്, ചർച്ച നാളെ 10 മണിക്ക്, വെള്ളിയാഴ്ച 10 മണിക്ക് ഒമാനിൽ വെച്ച് നടക്കാനുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും ഡിസ്കഷൻസും കാര്യങ്ങളും തീരുമാനങ്ങളും ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ ചർച്ചയിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി വ്യക്തമായിട്ട് പറഞ്ഞു, ആ ഒരു പോയിന്റ് നമ്മൾ സംസാരിക്കും. അതായത് മിസൈൽ വികസനം, മനുഷ്യാവകാശം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച ഒഴിവാക്കണം എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് മിസൈൽ വികസനം നടക്കില്ല, ബാലിസ്റ്റിക് മിസൈൽസിൻ്റെ വികസനമൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. അമേരിക്കയുടെ നിലപാടെന്ന് പറഞ്ഞാൽ അമേരിക്ക ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിലും വലിയ സംശയത്തോടെയാണ്, ഇത് അവസാനിക്കാൻ അവസരമായിട്ട് കാണുന്നില്ല. എന്നാലും ഓക്കെ, ഇപ്പം നല്ല രീതിയിൽ നമുക്ക് ഇവരുടെ സൈഡിൽ നിന്ന് എന്താ പറയുക പ്രഷർ വരുന്നുണ്ട്, മിഡിൽ ഈസ്റ്റേൺ സൈഡിൽ നിന്ന് പ്രഷർ വരുന്നുണ്ട്, നമുക്ക് ചെയ്യാം. അപ്പോൾ സമാധാനപരമായ പരിഹാരമാണ് എല്ലാവർക്കും താല്പര്യം, സൈനിക നടപടികളൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് ചെയ്യണമെന്നാണ് ഈ പറഞ്ഞ അറബികൾക്കും എല്ലാവർക്കും ഉള്ള താല്പര്യം. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ കുത്തിത്തിരിമുണ്ടാക്കുന്ന ആ ചുണ്ടലി മോറുണ്ടല്ലോ, അവൻ തന്നെ, ആ ചുണ്ടലി മോറ നെതന്യാഹു തന്നെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും വലിയ കുത്തിരിത്തിരിപ്പുണ്ടാക്കുന്നത്. നിങ്ങൾ ആ ഫോട്ടോയിലും ശ്രദ്ധിച്ച് നോക്കണ്ടേ, ശരിക്കും ഒരു ചുണ്ടലി കൂർപ്പിച്ച് ഒരു കുത്തു കൂട്ടണമല്ലോ, ഒരു കടി കടിക്കണം എന്ന് തോന്നുന്നു, ആ ഒരു ചിന്തകൾ അവൻ തന്നെ, ആ ഒരു ചെകുത്താൻ്റെ ഉള്ള ചിന്തകൾ തന്നെയാണ് ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും ബേസിക്കായിട്ട് വരുന്നത്. ആ തിരി ഉണ്ടല്ലോ, ആ തിരി അവനാണ് കൊളുത്തുന്നത്. അപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യുന്നവന്മാരൊക്കെ ആ വർഗത്തിൽപ്പെട്ട വെറും എലികൾ മാത്രമാണ്, വേറെ ഒന്നുമല്ല, വെറും എലികൾ. അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്ന് നിന്ന് പെടുക്കാൻ പോലും ധൈര്യമില്ലാത്ത എലികൾ മാത്രമാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ വേറെ എന്താ പറയുക, ഇന്നലെ ഈ പറഞ്ഞ എലി വേറെ ഒന്നും കൂടെ പറഞ്ഞു, ഇറാൻ ഒരു കാരണവശാലും വിശ്വസിക്കരുത്, ഇറാനെ നിങ്ങൾ ഒരു കാരണവശാലും വിശ്വസിക്കരുത്, അവന്മാർ നിങ്ങൾക്ക് പണി തരും, അതുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്താണ്ട് തീർത്തേക്ക് ഇറാനെന്ന് ചുണ്ടലി പറഞ്ഞതാ. നെതന്യാഹു ചുണ്ടലി പറഞ്ഞു വിട്ട കാര്യം എന്നല്ലേ, സ്റ്റീവ് വിറ്റ്കോഫിനോട് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യമാണത്. അപ്പോഴാണ് ഈ ഡിസ്കഷൻ മൊത്തം, അല്ലെങ്കിൽ ഈ ചർച്ച ചെയ്യണോ വേണ്ടേ, ഈ ചർച്ച വേണോ വേണ്ടേ എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുന്നത്. അതിനുശേഷം ആ ഒരു അറബ് സമൂഹത്തിൻ്റെ സമ്മർദ്ദം, അവർക്ക് ബോംബ് അവിടെ വീട്ടിലൊന്ന് പേടിച്ചിട്ട് അവരുടെ സമ്മർദ്ദം കൊണ്ടാണ് ഇപ്പോൾ ഓക്കെ വീണ്ടും ചർച്ചയിലോട്ട് എത്താം, പ്രത്യേകിച്ച് കോണമൊന്നും ഉണ്ടാവില്ല എന്ന് പൊതുവെ എല്ലാവരും പറഞ്ഞിട്ടെങ്കിലും ചർച്ച ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലോട്ട് അമേരിക്ക എത്താനുള്ള കാരണം. ചുരുക്കത്തിൽ മിഡിൽ ഈസ്റ്റിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കരുത്, മിഡിൽ ഈസ്റ്റിൽ യുദ്ധത്തിൽ നിന്ന് മാറണം എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ഇപ്പോൾ ഈ ചർച്ചയിലേക്കും ഇതൊക്കെ ഇപ്പം ഇതെത്തിയിട്ടുള്ളത്. അല്ലാണ്ട് ഇറാൻ അമേരിക്കൻ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഇറാൻ്റെ സൈഡിൽ നിന്നോ അവരുടെ ചിന്തകളുള്ളത് കൊണ്ടല്ല എന്നുള്ളത് വ്യക്തമാണ് നമുക്ക് പല ന്യൂസുകളിലും പല കാര്യങ്ങളിലും. അതല്ല എന്നുള്ളവർ വീണ്ടും വന്ന് കമൻറ്റ് ചെയ്യാൻ കാണട്ടെ. അമ്മാതിരി ടീംസിൻ്റെ കമൻറ്റ് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം സപ്പോർട്ട് ചെയ്യുന്നവർ നല്ല കമൻറ്റുകൾ ചെയ്യുക, ലൈക്കും ചെയ്യുക, നിങ്ങൾ ഷെയറും ചെയ്യുക. അപ്പം അടുത്ത പുതിയൊരു അപ്ഡേറ്റിൽ നമുക്ക് കാണാം.